ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ്. വോയിസ് ഓവർ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് റിവ്യൂ. വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ രോഹിത് പത്മാവതി അമ്മയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അന്നേരം ഇതൊരു വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി മോനെ. ആ ഒരു ബോധക്കേടിൽ എനിക്ക് വല്ല അറ്റാക്ക് എങ്ങാനും വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ പത്മാവതി രോഹിത്തിൻ്റെ അടുത്തേക്ക് ഇരുന്ന് കൈയൊക്കെ പിടിച്ച് സംസാരിക്കുകയാണ്. അന്നേരം അമ്മയ്ക്ക് ഇനി ഒന്നും സംഭവിക്കില്ല, അമ്മയെ പൊന്നുപോലെ നോക്കാനല്ലേ മരണത്തിൽ നിന്ന് വരെ ഞാൻ രക്ഷപ്പെട്ട് വന്നിരിക്കുന്നതെന്നും പറഞ്ഞ് രോഹിത് ആശ്വസിപ്പിക്കുകയാണ്. വിഷ്ണു കൂടെ തന്നെയുണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ടിട്ട്. തുടർന്നും പത്മാവതി പറയുകയാണ്, എന്നാലും ആ രാക്ഷസി സുസ്മിത കൊള്ളാമല്ലോ, താലി കിട്ടിയ ഭർത്താവിനെ അല്ലേ അവളിങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ നോക്കിയത്. ഞാൻ ഇപ്പം തന്നെ സരോജത്തെയും ചൈന കോളനിയിലെ മറ്റു പെണ്ണുങ്ങളെയും ഒക്കെ വിളിച്ച് സത്യമ്മയുടെ വീട്ടിലേക്ക് പോകും, അവളെ വെട്ടി അരിയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യത്തോടു കൂടി പത്മാവതി അമ്മ ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, അമ്മ അത് വേണ്ട, ഇപ്പോൾ അമ്മ അവിടെ വീട്ടിൽ സുസ്മിത ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം അവളെവിടെ പോയി ചോദിക്കുമ്പോൾ അവളിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്, പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. രോഹിത്തിനെ കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞ് വധശ്രമത്തിന് നേരെ ബോഡി കിട്ടാത്തത് കൊണ്ട് വധശ്രമത്തിന് കേസ് എടുത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതിനിപ്പോൾ ഇവൻ ജീവനോടെ ഇരിക്കുകയല്ലേ, അങ്ങനെയൊക്കെ കേസ് എടുക്കാൻ പറ്റുമോ എന്ന് പത്മാവതിയമ്മ ചോദിക്കുകയാണ്. അങ്ങനെ പോലീസ് നിയമത്തിൽ ഒരു പഴുത് ഉണ്ടെന്നാണ് ശാലിനിയും പറഞ്ഞത്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ശ്രീരഞ്ജിനിയാണ്, അവൾക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടണം, അവളെ നുണ പരിശോധനയ്ക്ക് ഇന്ന് ഹാജരാക്കിയിരിക്കുകയാണ്. അതിനിടയിൽ അവളൊരു കള്ളം കാണിച്ചു, പക്ഷെ അവൾ പെട്ടിരിക്കുക തന്നെയാണ്. രോഹിത് ജീവിച്ചിരിപ്പുണ്ടെന്ന് ചന്ദ്രബോസിനും വിജയനും ഒക്കെ അറിയാം. അവർ ഇവനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ ഒരിക്കലും പിടികൊടുക്കരുത്, പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാ സാധിക്കുക ബ്രോ എന്നൊക്കെ രോഹിത് ചോദിക്കുന്നുണ്ട്. അന്നേരം താൻ ഈ കോളനിയിൽ ഇവിടെ പുറത്തിറങ്ങാതിരുന്നാൽ മതി, ഈ സാഹചര്യത്തിൽ പുറത്തിറങ്ങിയാൽ ആ കേസ് ദുർബലമാകും, പിന്നെ അവൾക്ക് രക്ഷപ്പെടാനായിട്ട് പഴുത് കൂടും, അവൾക്ക് ശിക്ഷ കിട്ടുകയൊന്നുമില്ല, മരിച്ചവർ ജീവിക്കുകയും ജീവിച്ചിരിക്കുന്നവർ മരിക്കുകയും ഒക്കെ ചെയ്യുന്ന നാടാണ് ഇത് എന്നൊക്കെ വിഷ്ണു അങ്ങ് പറയുമ്പോൾ പത്മാവതി അമ്മയെ സമ്മതിക്കുന്നുണ്ട്. വിഷ്ണുമോൻ പറയുന്നത് തന്നെയാണ് ശരി, ആ രക്തരക്ഷസിന് പരമാവധി ശിക്ഷ കിട്ടണം, അവളെ കയ്യാമം വെച്ച് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് എനിക്കിവിടെ ഇരുന്ന് കാണണം എന്നൊക്കെ അങ്ങ് വാശിയോടെ പത്മാവതി അമ്മയും പറയുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, ഈ കോളനിക്കകത്ത് രോഹിത്തിൻ്റെ സുരക്ഷ അമ്മ തന്നെ ഉറപ്പാക്കണം, പോലീസോ ഗുണ്ടകളോ ആരെങ്കിലും ഒക്കെ വന്നെന്നിരിക്കാം, ആർക്കും പിടികൊടുക്കരുത്, അവരിൽ നിന്നൊക്കെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഈ ചൈന കോളനിയിലെ മതിലിനകത്തുള്ള ഗുണ്ടകളൊന്നും പുറത്തില്ല, പോലീസ് യൂണിഫോം ഇട്ട ഒരു പോലീസുകാരനും ചോദിക്കാതെയും പറയാതെയും ഈ കോളനിക്കകത്ത് പ്രവേശിക്കില്ല, അങ്ങനെ വന്നാൽ ഇരുകാലിൽ അവൻ നടന്നു പോവില്ല, എഴഞ്ഞേ പോകത്തുള്ളൂ, നമ്മൾ നോക്കിക്കോളാം, ഇവിടെ വന്ന ഒരുത്തനും എൻ്റെ മോനെ ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് പത്മാവതി അമ്മ രോഹിത്തിന് വാക്ക് കൊടുക്കുകയാണ്. രോഹിത്തിനല്ല, വിഷ്ണുവിന് വാക്ക് കൊടുക്കുകയാണ്. ഇതേസമയം ചന്ദ്രബോസ് അമീർ അബ്ദുള്ളയെ കാണാനായിട്ട് ഒരു ക്ലബിലെ ഫുട്ബോൾ കോർട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ കക്ഷി ഫുട്ബോൾ കളിക്കുകയാണ്, ഗോളടിക്കുന്ന വെപ്രാളത്തിലും തിരക്കിലും ഒക്കെയാണ്. തുടർന്ന് അടുത്തേക്ക് വിളിക്കുന്നുണ്ട്, അവർ സംസാരിക്കുകയാണ് വളരെ വിനയത്തോടു കൂടിയും എളിമയോടുകൂടിയും സാറെന്നൊക്കെ വിളിച്ചങ്ങ് കുഞ്ഞെന്നൊക്കെയാണ് ഈ ചന്ദ്രബോസ് സംസാരിക്കുന്നത്. അന്നേരം ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ കേസല്ലേ അതെന്താന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരാളെ തട്ടിയ കേസാണ്, പക്ഷേ ആൾ മരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം എത്ര വിക്കറ്റ് തെറിപ്പിച്ചു എന്ന് ആദ്യം ഈ അമീർ ചോദിക്കുകയാണ്. അന്നേരം ചന്ദ്രബോസിന് മനസ്സിലാകുന്നില്ല. അന്നേരം എത്ര ആളെ തട്ടി എന്നാണ് ചോദിക്കുന്നതെന്ന്. അന്നേരം ഒരാളെ തട്ടിയുള്ളൂ, പക്ഷെ ആൾ മരിച്ചില്ല, പിന്നെ അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അതിന് തെളിവില്ല എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ഈ കേസ് ഏറ്റെടുക്കത്തൊന്നും ഇല്ല എന്നും പറഞ്ഞ് വീണ്ടും ഫുട്ബോൾ കളിക്കാനായിട്ട് പോകുമ്പോൾ സാറ് അങ്ങനെ പറയരുത് എന്ന് പറയുമ്പോൾ ഞാൻ ഏതെങ്കിലും ജൂനിയേഴ്സിനെ അയക്കാൻ താൻ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് ഈ അമീർ അബ്ദുള്ള പറയുന്നുണ്ട്. അന്നേരം അങ്ങനെയല്ല, സാറ് തന്നെ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഈ അമീർ അബ്ദുള്ള പറയുന്നുണ്ട്, ഞാൻ ഈ കൈവശം പിന്നെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലുക അങ്ങനെയുള്ള കേസുകളൊക്കെ ഏറ്റെടുക്കുകയുള്ളൂ, അതിനിടയിൽ ഈ പീറ കേസൊന്നും ഞാൻ ഏറ്റെടുക്കില്ല, അതും തട്ടിയ ആൾ മരിച്ചിട്ട് പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരു പ്രോത്സാഹിപ്പിച്ച് വിട്ടാൽ ഇനിയും വിക്കറ്റ് തെറിപ്പിക്കും. അങ്ങനെ പറയുമ്പോൾ അമീർ നോക്കിയാണല്ല, സാറിൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞതാണ്, സ്വന്തം ഭർത്താവിനെയാണ്, കഴുത്തിൽ താലി കെട്ടിയവനെയാണ് കൊല്ലാനായിട്ട് ശ്രമിച്ചത്, സൂയിസൈഡ് പോയിന്റിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു, രക്ഷപ്പെടാനായിട്ട് വീണ്ടും ശ്രമിച്ചപ്പോൾ ആ ചെരുപ്പ് കൊണ്ട് വീണ്ടും അവൾ താഴേക്ക് തള്ളിയിട്ടതാണ്, അത് കണ്ട ഒരു ദൃക്സാക്ഷിയെ തല കല്ലിലേക്ക് ഇടിച്ചു, ആളിപ്പോൾ കോമ അവസ്ഥയിലാണ്, ദൃക്സാക്ഷി ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ്, ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം, ഈ കേസ് അമീർ അബ്ദുള്ള ഏറ്റെടുത്തിരിക്കുകയാണ്, പിന്നെ തുട്ടിറങ്ങും എന്നൊക്കെ പറയുകയാണ്. അന്നേരം അതെത്ര വേണമെങ്കിലും ഇറക്കാം, കണ്ടെയ്നറിൽ വേണമെങ്കിലും ഇറക്കാമെന്ന് ചന്ദ്രബോസ് പറയുകയാണ്. തുടർന്ന് രണ്ടുപേരും സന്തോഷത്തോടു കൂടി കൈയൊക്കെ കൊടുത്ത് പിരിയുകയാണ്.
ഇതേസമയം ജയിലിൽ കിടക്കുന്ന സുസ്മിതയാണെങ്കിലോ അങ്ങ് ആകെ ദേഷ്യത്തിലും വാശിയിലും ഒക്കെയാണ്. സത്യഭാമ വീട്ടിൽ നിന്നും തല്ലി ഇറക്കിയതും, ശ്രീരഞ്ജിനി തല്ലിയതും, പിന്നീട് ശാലിനി ആ 1 രൂപ നാണയം കയ്യിൽ വെച്ചു കൊടുത്തതും ഓർത്ത് അങ്ങ് ആകെ അങ്ങ് തിളച്ച് അങ്ങ് നിൽക്കുകയാണ് ആ ജയിലിനകത്ത് സുസ്മിത. ഇതേസമയം ശാരദാമ്മയുടെ വീട്ടിൽ ശാരദാമ്മ രാവിലെ മുറ്റമൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശാലിനി ഓട്ടോയിൽ വരികയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ശാലിനി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അമ്മയെ ശാരിയേച്ചി എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ അകത്തുണ്ട് എന്നൊരു ഒഴുക്ക മട്ടിൽ പറയുകയാണ്. അന്നേരം എന്താ അമ്മയെ സങ്കടം, ശാരിയേച്ചിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം അവളുടെ കണ്ണിനല്ല കുഴപ്പം, അവളുടെ തലയ്ക്കാണ് കുഴപ്പമെന്നും പറഞ്ഞ് ശാരദാമ്മ ദേഷ്യപ്പെടുകയാണ്. അന്നേരം എന്താ അമ്മ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. താലി കെട്ടിയ പുരുഷനെ ഇവിടെ നിന്ന് കരണം കുറ്റിക്ക് അടിച്ചാണ് അവൾ പുറത്താക്കിയത്. അതും ഞാനും ശ്യാമയും ഒക്കെ നോക്കി നിൽക്കേ. അത്രയും അപമാനമുണ്ടായ ഒരാൾ വീണ്ടും ഇങ്ങോട്ടത്തേക്ക് തിരിഞ്ഞു നോക്കിയത് ആരുടെയൊക്കെയോ ഭാഗ്യം. അടിവാരത്തെ സെറ്റിൽമെന്റ് കോളനിയിലും രാജീവ് സാർ അന്വേഷിച്ച് വന്നിരുന്നു. അവളുടെ പിടിവാശി കാരണം ഞാൻ ഒരു വിധത്തിലാണ് സാറിനെ ഒഴിവാക്കി വിട്ടത്. പിന്നെ കാഴ്ചയൊക്കെ കിട്ടി തിരിച്ച് ഇവിടെ വന്നപ്പോൾ സാർ ദേ ഇവിടെ ഉമ്മറത്തിരിക്കുന്നു. എന്നിട്ട് ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും അവൾക്കില്ല. സാറിനെ വീട്ടിൽ കയറ്റിയതിന് ശ്യാമയെ അവൾ വഴക്കു പറയുകയും ചെയ്തു. എന്നും എനിക്ക് ഈ ദുർവിധി തന്നെയെന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങ് കരയുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ്. അന്നേരം ശാലിനിക്ക് അങ്ങ് വിഷമം വരുന്നുണ്ട്. അമ്മ ഒന്ന് സമാധാനിക്കും, ഞാൻ ചേച്ചി ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ശാലിനി അകത്തേക്ക് കയറുകയാണ്. വിഷ്ണുമോൻ കരഞ്ഞ് കാല് പിടിച്ചിട്ടൊക്കെയാണ് രാജീവ് സാർ ഇങ്ങോട്ടത്തേക്ക് വന്നത്. ചങ്ക് തകർന്നിട്ടാണ് രാജീവ് സാർ ഇവിടെ നിന്ന് പോയതെന്നൊക്കെ ശാരദാമ്മ ശാലിനിയോട് മുറ്റത്ത് വെച്ച് പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി അകത്തേക്ക് കയറുമ്പോൾ ശാരിക കട്ടിലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. തുടർന്ന് ബാഗൊക്കെ അങ്ങ് വെച്ചിട്ടും ശാലിനി അവിടെ നിൽക്കുമ്പോൾ ശാരി അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ നോർന്ന് നോക്കിയിട്ട് വീണ്ടും അങ്ങ് ഭക്ഷണം കഴിക്കുകയാണ്. ആ ഒരു അഹങ്കാര ഭാവത്തിൽ തന്നെയാണ് ശാരിക ഇരിക്കുന്നത്. അന്നേരം അല്ല ശാരി ചേച്ചി എന്താ പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്താ അടി എന്നിങ്ങനെ ഒന്നും അറിയാത്തത് ചോദിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിലല്ല മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്താ പ്ലാൻ എന്നും ഇങ്ങനെ അമ്മയെ വിഷമിപ്പിച്ച് ഇവിടെ കൂടാനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരിക അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ഭക്ഷണം അവിടെ കട്ടിലേക്ക് വെച്ചിട്ട് ദേഷ്യത്തോടെ പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി പിടിച്ചു നിർത്തുകയാണ്. ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. അമ്മയുടെ സങ്കടം എനിക്ക് കാണാനായിട്ട് വയ്യ. ശാരിയേച്ചിയുടെ മാത്രമല്ല എൻ്റെയും ശ്യാമയുടെയും കൂടി അമ്മയാണ്. അതിനെ ഇങ്ങനെ തീ തീറ്റിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നാടി, ഞാൻ എന്ത് വേണം എന്നൊക്കെ അങ്ങ് ശാരിക ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. അന്നേരം താലി കെട്ടിയ ഭർത്താവിൻ്റെ കൂടെ പോയി താമസിക്കണം. ഇങ്ങനെ ഓരോ പ്രശ്നമുണ്ടാക്കി ശാരിയേച്ചി രാജീവ് സാറിനെ ഇവിടെ നിന്ന് പറഞ്ഞ് അടിച്ചിറക്കുമ്പോൾ എൻ്റെ വിഷ്ണുവേട്ടനാണ് പോയി ഓരോന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് കൊണ്ടുവരുന്നത്. ഇനി എൻ്റെ ഭർത്താവിനെ അങ്ങനെ വിടാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ആഹാ കൊള്ളാമല്ലോ, നിന്റെ ഭർത്താവിനെ ആര് ഇവിടെ നിന്റെ വിഷ്ണുവേട്ടനെ ആരിവിടെ സന്ധി സംഭാഷണത്തിന് വിളിച്ചു, ആവശ്യമില്ലാതെ എൻ്റെ കാര്യങ്ങൾ ഇടപെട്ടാണ് നിന്റെ വിഷ്ണുവേട്ടനെ കുറിച്ച് എന്നെയും ചേർത്ത് അപവാദങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ശാലിനിക്കും കലിയേറുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് തർക്കിക്കുകയാണ്. ഇത് ശാരദാമ്മ ആ ജനലിൻ്റെ പുറത്തുനിന്ന് കാണുന്നുണ്ട്. അന്നേരം ശാലിനി വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുവിധം ഒത്തുതീർപ്പാക്കാൻ വന്നപ്പോൾ എൻ്റെ വിഷ്ണുവേട്ടനായോ ചേച്ചിയുടെ കുടുംബം കലക്കിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അതെ അങ്ങനെ തന്നെയാണ് എന്നും പറഞ്ഞ് ശാരികയും കട്ടയ്ക്ക് വയ്ക്കുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് ശാരദാമ്മയെ വിളിക്കുകയാണ്. അമ്മ ഇങ്ങോട്ട് വന്ന് ഈ ശാരി ചേച്ചി പറയുന്നത് കേട്ടോ എന്നും പറഞ്ഞ് ശാലിനി ശാരദാമ്മയെ വിളിക്കുന്നുണ്ട്. അന്നേരം എന്താണെന്നും പറഞ്ഞാൽ ജനലിൻ്റെ അവിടെ നിന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മ ഇങ്ങോട്ട് വന്നേന്ന് പറയുമ്പോൾ ശാരദാമ്മ മുറിയിലേക്ക് വരുന്നുണ്ട്. അന്നേരം ദേ വരുന്നുണ്ട്, എന്ത് പറയാനാണ് ഇനി വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ഒരു പുച്ഛഭാവത്തിൽ നിൽക്കുകയാണ്. അഹങ്കാരത്തോടു കൂടി അങ്ങ് ശാരിക കൈയും കെട്ടി നിൽക്കുകയാണ്. പക്ഷെ ആകെ തിളച്ച് നിൽക്കുകയാണ് ശാലിനി. തുടർന്ന് ശാലിനി അങ്ങ് കത്തി കയറുകയാണ്. അമ്മ പറഞ്ഞിട്ടല്ലേ വിഷ്ണുവേട്ടൻ പോയി കാല് പിടിച്ച് രാജീവ് സാറിനെ കൊണ്ടുവന്നത്, എന്നിട്ട് ഇപ്പോൾ ഈ പറയുന്നത് കേട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടി ഇവള് പറയുന്നതൊന്നും കാര്യമാക്കണ്ട, ഇവൾക്ക് ഭ്രാന്താണ് എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ഭ്രാന്തൊന്നും അല്ല അമ്മേ, ഇതൊരു തരം അസൂയയാണ്. ഇതിപ്പോൾ ഞാനും വിഷ്ണുവേട്ടനും തമ്മിൽ യാദൃച്ഛികമായിട്ടാണ് കല്യാണം നടന്നത്. പക്ഷേ നമ്മളിപ്പോൾ അല്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണെങ്കിലും ഞങ്ങൾ പ്രാണനെ പോലെ സ്നേഹിച്ചാണ് കഴിയുന്നത്. ആ ഒരു ജീവിതം കണ്ടിട്ടുള്ള അസൂയയാണ് ഈ ചേച്ചിക്ക് എന്നൊക്കെ പറയുമ്പോഴും ശാരിക അങ്ങ് കൂളായിട്ട് നിൽക്കുകയാണ്. അന്നേരവും പറയുന്നുണ്ട് എൻ്റെ വിഷ്ണുവേട്ടൻ്റെ കല്യാണം യാദൃശ്ചികമായിട്ട് തന്നെയാണ് നടന്നത്. പക്ഷേ ശാരികേച്ചിയുടെ കല്യാണം അങ്ങനെ ആയിരുന്നില്ലല്ലോ, ഭയങ്കര മുടിഞ്ഞ പ്രേമമായിരുന്നല്ലോ കല്യാണത്തിന് മുന്നേ. പിന്നെ അതൊക്കെ എവിടെ പോയി, സ്വന്തമായിട്ട് തലയിലേക്ക് കെട്ടിവെച്ചതല്ലേ. അപ്പോൾ എന്ത് പ്രശ്നമുണ്ടായാലും സ്വന്തമായിട്ട് അങ്ങ് ചുമന്നോളണം എന്നൊക്കെ പറയുമ്പോൾ ശാരിക അങ്ങ് ദേഷ്യം വരികയാണ്. അന്നേരം എടീന്നൊക്കെ വിളിച്ച് ശാലിനിയുടെ കൈക്കൊക്കെ പിടിക്കുന്നുണ്ട്. അന്നേരം ശാലിനി അതൊക്കെ അങ്ങ് തട്ടി മാറ്റുകയാണ്. കല്യാണം കഴിഞ്ഞാൽ ചേച്ചി എന്തുദ്ദേശത്തിലാണ് ഇവിടെ ഇങ്ങനെ അട്ടിപ്പേർ കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ
ചോദിക്കുമ്പോൾ നീ എന്തിനാണ് ഇവിടെ കിടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാരിക ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ വീട് ആരും തീർന്നു എഴുതി തന്നിട്ടില്ലല്ലോ എന്ന്. അന്നേരം ശാരികേച്ചിക്ക് ഉള്ളതുപോലെ അവകാശം എനിക്കും ഉണ്ടെന്ന് ശാലിനി പറയുകയാണ്. അന്നേരം ആ ഒരു അവകാശത്തിൽ തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് ശാരിക പറയുന്നുണ്ട്. അന്നേരവും ശാലിനി പറയുകയാണ്, പക്ഷേ നാണമില്ലേ ചേച്ചിക്ക് കെട്ടിച്ചു വിട്ടിട്ടും ഇങ്ങനെ നിൽക്കാനായിട്ട്? കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം കാര്യം പറഞ്ഞ് ചേച്ചി ഇവിടെ സ്ത്രീധനം ചോദിച്ചും ഷെയർ ചോദിച്ചും ഒക്കെ വന്നിട്ടില്ലേ? ചേച്ചിക്ക് മുന്നേ കല്യാണം നടന്നതാണ് എൻ്റെ. ഞാനൊരു 5 ദിവസമെങ്കിലും തികച്ച് ഇവിടെ വന്ന് നിന്നിട്ടുണ്ടോ? ആദ്യം ചേച്ചിക്ക് അമ്മയും അമ്മാവനും ഒക്കെ ആയിരുന്നു കുറ്റം. അവരെയൊക്കെ മാറ്റി കളഞ്ഞപ്പോൾ വീണ്ടും ഓരോന്ന് പറഞ്ഞ് ഇവിടെ അട്ടിപ്പേറ് കിടക്കാനായിട്ട് തുടങ്ങി. ശാരികേച്ചി രാജീവ് സാറിനെ ഒരാണല്ല എന്നും പറഞ്ഞല്ലേ ഇവിടെ നിന്ന് അടിച്ചിറക്കിയത്. എനിക്കിപ്പോൾ സംശയം, ശരിക്കും രാജീവ് സാറിനല്ല പ്രശ്നം, ചേച്ചിക്കാണ് പ്രശ്നം. ചേച്ചി ഒരു പെണ്ണാണോ എന്ന് എനിക്ക് സംശയമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആകെ ദേഷ്യം വന്ന് തിളക്കുകയാണ് ശാരികയ്ക്ക്. രാജീവ് സാറിനെ ഒരു കുടിയനാക്കി നടത്താനായിട്ട് സാധിച്ചു. എല്ലാവരെയും ബന്ധുക്കളെയും ഒക്കെ അങ്ങ് അകറ്റി മാറ്റി, ഇപ്പോൾ ജോലിയും തെറിപ്പിച്ചു. എങ്ങനെ സാധിക്കുന്നു? സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞങ്ങ് ശാലിനി അങ്ങ് കളിയാക്കുകയാണ്. അന്നേരം ശാരികയ്ക്ക് ദേഷ്യം, ഒരു പെണ്ണല്ല എന്നൊക്കെ പറയുമ്പോൾ എടി എന്ത് പറഞ്ഞടി എന്നും പറഞ്ഞ് ശാലിനിയെ തല്ലാനായിട്ട് ശാരിക കയ്യോങ്ങുകയാണ്. അന്നേരം ശാലിനി അത് തടുക്കുന്നുണ്ട് എന്ന് പറയണേ. എല്ലാവർക്കും നേരെയുള്ള ഈ കയ്യോങ്ങൽ ശാലിനിക്ക് നേരെ വേണ്ട. രാജീവ് സാറിന്റെ അമ്മയോ അമ്മാവനോ ഒന്നുമല്ല ഈ ശാലിനി, ഈ ആള് വേറെയാണ് എന്നൊക്കെ പറയുമ്പോൾ ശാരികയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ആ കൈ തടുത്ത് തന്നെ നിർത്തിയിരിക്കുകയാണ് ശാലിനി. ന്യായമില്ലാത്ത കാര്യത്തിനാണ് എന്നെ തല്ലുന്നതെങ്കിൽ കളി മാറും. ഇതാള് വേറെയാണ്, ശാലിനിയാണ്. അറിയാമല്ലോ എൻ്റെ വിഷ്ണുവേട്ടനെ, കൈ ഞാൻ പിടിച്ചൊടിച്ച് ഒടിച്ച് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൈ നന്നായിട്ടൊന്ന് തിരിച്ചിട്ടങ്ങ് കളയുകയാണ്. അന്നേരം അങ്ങ് മാറ്റുകയാണ്. അന്നേരം ശാരികയ്ക്ക് കൈ നന്നായി വേദനിക്കുന്നുണ്ട്. പക്ഷെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ശാരിക നോക്കി നിൽക്കുകയാണ്. അന്നേരം മതി വിടുമോളെ എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ഞാൻ പോവുകയാണ് അമ്മയെന്നും പറഞ്ഞ് ശാലിനി ബാഗ് എടുക്കുകയാണ്. അന്നേരം മോൾ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ എന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം ഇവരുടെ സുഖവിവരം അന്വേഷിക്കാനാണ് വന്നത്, മതി തൃപ്തിയായി എന്നും പറഞ്ഞിങ്ങനെ തൊഴുതൊക്കെ കാണിച്ചിട്ട് ആകെ ദേഷ്യത്തോടു കൂടി ശാലിനി അങ്ങ് ഇറങ്ങി പോവുകയാണ്. തുടർന്ന് ആകെ കലി കയറുന്ന ശാരികയാണെങ്കിൽ ആ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ആ പ്ലേറ്റ് കട്ടിലിരിക്കുകയായിരുന്നു, അതെടുത്ത് വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ശാരികയുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. രാജീവ് വന്നിട്ടും ആകെ ഒരു ദേഷ്യത്തിൽ തന്നെയാണ് ശാരിക. ഒരു തരത്തിലും രാജീവിനെ സ്വീകരിക്കാനായിട്ട് ശാരിക തയ്യാറാകുന്നില്ല. തുടർന്ന് നീയും നിന്റെ വിഷ്ണുവേട്ടനും കാണിച്ചു തരാടി ഞാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൈയൊക്കെ വെറുതെ ചൂണ്ടിയിട്ട് അങ്ങ് കത്തി ജ്വലിച്ച് ശാരിക നിൽക്കുകയാണ്. എന്നിട്ട് ശാരിക അങ്ങ് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇതേസമയം ശാരദാമ്മയാണെങ്കിൽ മോളെ നിൽക്കുമെന്നും പറഞ്ഞ് മുറ്റത്ത് നിന്നും ശാലിനിയുടെ കൈ പിടിക്കുകയാണ്. അന്നേരം അമ്മയെ വിട് എന്ന് പറഞ്ഞ കൈ ഇങ്ങനെ മാറ്റിയിട്ട് സങ്കടത്തോടു കൂടി ശാലിനി അങ്ങ് പോവുകയാണ്. അന്നേരം ശാലിനി കരയൊക്കെ ചെയ്യുന്നുണ്ട്. ശാരദാമ്മയും അതേ അവസ്ഥയിൽ തന്നെയാണ്. തുടർന്ന് തിരികെ റൂമിലേക്ക് ശാരദാമ്മ വന്ന് നോക്കുമ്പോൾ ശാരികയെ കാണുന്നില്ല. ഭക്ഷണമൊക്കെ ചപ്പാത്തിയും പ്ലേറ്റും ഒക്കെ അവിടെ തറയിലൊക്കെ കിടക്കുന്നത് കണ്ടിട്ട് ശാരദാമ്മ വിഷമിച്ച് അങ്ങനെ ആ കതവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ തല ഇങ്ങനെ ചാരിയിട്ട് എൻ്റെ ദേവി എന്നും പറഞ്ഞ് വിഷമിച്ച് ശാരദാമ്മ നിൽക്കുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.